ഹായ് എവ്രി വൺ. ഞാനിന്ന് ഫണ്ടമെൻ്റൽ റൈറ്റിലെ സെക്കൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റായ റൈറ്റ് ടു ഫ്രീഡത്തെക്കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. റൈറ്റ് ടു ഫ്രീഡം ആർട്ടിക്കിൾ 19-22. റൈറ്റ് ടു ഫ്രീഡം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ്. Freedom of a person should not hurt the freedom of another person. It should not endanger the law and order of the society. ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് ഫ്രീഡം എൻജോയ് ചെയ്യാം, പക്ഷേ മറ്റൊരു വ്യക്തിയുടെ ഫ്രീഡത്തെ ഹേർട്ട് ചെയ്തുകൊണ്ടായിരിക്കരുത്. അതുപോലെ തന്നെ നിലനിൽക്കുന്ന സമൂഹത്തിലെ ലോ ആൻഡ് ഓർഡർ ഓഫ് ദി സൊസൈറ്റിയെ എൻഡേഞ്ചർ ആയതുകൊണ്ട് ഫ്രീഡം എൻജോയ് ചെയ്യരുതെന്നും റൈറ്റ് ടു ഫ്രീഡത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആർട്ടിക്കിൾ 19 ഗ്യാരണ്ടീസ് എൻജോയ്മെൻറ്റ് ഓഫ് 6 ഫ്രീഡം. ആർട്ടിക്കിൾ 19 ഒരു ഇന്ത്യൻ പൗരന് 6 തരം ഫ്രീഡം എൻജോയ്മെൻ്റ് ആണ് കൊടുക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ടു അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് any harms or weapons, to form association and unions, to move freely throughout the territory of India, to reside and settle in any part of India, to practice any profession or carry out trade or business. Freedom of speech and expression. ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനും എക്സ്പ്രസ് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യമാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ടു അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് എനി ഹാംസ് ഓർ വെപ്പൺസ്. വ്യക്തികൾക്ക് എവിടെ വേണമെങ്കിലും കൂടിച്ചേരാം, പക്ഷേ വെപ്പൺസും ആയുധങ്ങളും ഒന്നുമില്ലാതെ. ടു ഫോം അസോസിയേഷൻസ് ആൻഡ് യൂണിയൻസ്. അസോസിയേഷൻസും യൂണിയൻസും ഫോം ചെയ്യാം. ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ എവിടെ വേണമെങ്കിലും മൂവ് ചെയ്യാൻ, സഞ്ചരിക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. അതാണ് ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ. ടു റിസൈഡ് ആൻഡ് സെറ്റിൽ ഇൻ എനി പാർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏത് ഭാഗത്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും താമസിക്കാനും ഉള്ള ഒരു റൈറ്റിനെയാണ്, ഫ്രീഡത്തെയാണ് ടു റിസൈഡ് ആൻഡ് സെറ്റിൽ ഇൻ എനി പാർട്ട് ഓഫ് ഇന്ത്യയിൽ പറയുന്നത്. ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ ഓർ ക്യാരി ഔട്ട് എനി ഓക്യുപ്പേഷൻ, ട്രേഡ് ഓർ ബിസിനസ്. ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പ്രൊഫഷൻ ക്യാരി ഔട്ട് ചെയ്യാനുള്ള ഒരു ഫ്രീഡത്തെയാണ് ഇതിൽ പറയുന്നത്. ആർട്ടിക്കിൾ 20 പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ടു കൺവിക്ഷൻ ഫോർ ഒഫൻസ്. കുറ്റം ചുമത്തുന്നതിലുള്ള പ്രൊട്ടക്ഷനെയാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. ഇവിടെ പറയുന്നത് ഒരു വ്യക്തി ഒരു കുറ്റം ചെയ്തിട്ട് അദ്ദേഹത്തിന് പണിഷ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ആ സമയത്ത് നിലനിൽക്കുന്ന നിയമലംഘനത്തിൻ്റെ പേരിലായിരിക്കണം പണിഷ്മെൻറ്റ് കൊടുക്കാൻ. അതുപോലെ തന്നെ ഒരു വ്യക്തിയെ ഒന്നിലധികം പ്രാവശ്യം പണിഷ് ചെയ്യാൻ പാടില്ല ഒരേ കുറ്റത്തിന്. നോ പേഴ്സൺ ഷുഡ് ബി പണിഷ്ഡ് ഫോർ ദി ഒഫൻസ് മോർ ദാൻ വൺസ്. ഒരു വ്യക്തിയെ ഒന്നിൽ കൂടുതൽ തവണ പണിഷ് ചെയ്യാൻ പാടില്ല. അതാണ് ആർട്ടിക്കിൾ 20 പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ടു കൺവിക്ഷൻ ഫോർ ഒഫൻസിൽ പറയുന്നത്. ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ജീവിക്കാനുള്ള അവകാശവും വ്യക്തിഗത സ്വാതന്ത്ര്യവുമാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. ആർട്ടിക്കിൾ 22 പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ആർബിട്രറി അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ. അന്യായമായിട്ടുള്ള അറസ്റ്റിനെയും തടങ്കലിനും ഉള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 22 പറയുന്നത്. അതിൽ 3 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഉണ്ട്. നോ പേഴ്സൺ ഷുഡ് ബി അറസ്റ്റഡ് വിത്തൗട്ട് ബീങ് ഇൻഫോംഡ് ഓഫ് ദി ഗ്രൗണ്ട്സ് ഫോർ വിച്ച് ദ പേഴ്സൺ ഇസ് ഗോയിങ് ടു ബി അറസ്റ്റഡ്. ഒരു വ്യക്തിയെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്തിൻ്റെ കാരണം കൊണ്ടാണ് അറസ്റ്റ് ചെയ്യുന്നത് ഇൻഫോം ചെയ്യേണ്ട അവകാശമുണ്ട്, അത് അദ്ദേഹം അറിയേണ്ട അവകാശമുണ്ട്. ദി അറസ്റ്റഡ് പേഴ്സൺ ഹാസ് ദ റൈറ്റ് ടു അപ്രോച്ച് ദി ലോയർ ഓഫ് ഹിസ് ചോയ്സ്. ഒരു അറസ്റ്റ് ചെയ്ത ഒരു പേഴ്സണെ അദ്ദേഹത്തിന് താല്പര്യമുള്ള ഒരു ലോയറെ വെക്കാനുള്ള അവകാശമുണ്ട്. If a person is arrested for any
offence, it is the mandatory that the police should produce him before the magistrate within 24 hours. പോലീസ് ഒരു വ്യക്തിയെ ഒഫൻസ് ചെയ്ത ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അറസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയെ 24 മണിക്കൂറിനുള്ളിൽ കോർട്ടിൻ്റെ മുന്നിൽ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കണമെന്നാണ് ഈ പോയിന്റ് പറയുന്നത്. സോ ഇതാണ് ആർട്ടിക്കിൾ 20 വരുന്ന 3 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. സോ ഓൾമോസ്റ്റ് റൈറ്റ് ടു ഫ്രീഡം ആർട്ടിക്കിൾ 19 to 22 വരെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.